ഈ സംവാദത്തിന് നേതൃത്വം നൽകുന്ന ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് അവർകളെ നിങ്ങൾ ഏവരുടെയും ഭക്തി നിർഭരമായ ഭക്തിയോടെയുള്ള വണക്കത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ക്ഷേത്രം എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ടീച്ചർ പറഞ്ഞു, അൻപുള്ള ഇല്ലമാണ് ക്ഷേത്രം. അൻപ് എന്ന് വെച്ചാൽ ദയ ധാരാളം ഉണ്ടാക്കണത്, ഭക്തജനങ്ങളിലേക്ക് ഉണ്ടാക്കണത്, അതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു. അമ്പലം അതിൻ്റെ ഒരു സംസ്കൃതം ക്ഷതാൽ ത്രായതേ ഇതി ക്ഷേത്ര, ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കണത്. ക്ഷതം എന്ന് വെച്ചാൽ നമുക്കുണ്ടാവണ പരിക്കുകൾ, അതിന്നൊക്കെ മാനസികമാവാം, അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഇന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണതൊക്കെ ഈ ഏത് ദിക്കിൽ വെച്ചിട്ടാണോ അതിന്നൊക്കെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ സ്ഥലം എന്നുള്ളൊരു സങ്കല്പത്തിലും വേണമെങ്കിൽ ഈ ക്ഷേത്രം എന്ന സങ്കല്പത്തിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ദേശത്ത് ഒരു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അമ്പലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഒന്നാലോചിക്കേണ്ടി വരും. അനവധി കാലം മുമ്പേ ഇങ്ങനെ ഈ ക്ഷേത്ര സങ്കല്പം എന്നൊന്ന് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ ദേശത്ത് ഇല്ലായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. യുഗങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക്. വെറുതെ ധ്യാനത്തിൽ കൂടെയോ അല്ലെങ്കിൽ തപസ് കൂടിയൊക്കെയാണ് അവർ ഈ ഈശ്വര സാക്ഷാത്കാരം കൈവരിച്ചു വന്നിരുന്നത്. ക്രമേണ അതിനുള്ള കഴിവുകൾ ആൾക്കാർക്ക് ഇല്ലാണ്ടേ ആയിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ധ്യാനത്തിൽ കൂടിയോ തപസ് കൂടിയോ ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാനുള്ളൊരു കഴിവ് ആൾക്കാർക്ക് ലഭിക്കാതെ വന്നപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് യജ്ഞങ്ങളാണ്. യജ്ഞങ്ങളെ കൂടെയൊക്കെ ഈ പലതരം യജ്ഞങ്ങൾ, മറ്റേ യാഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അതിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചു. അതിനും നമുക്ക് ഒരു കഴിവില്ലാണ്ട് വന്നപ്പോഴാണ് അന്നത്തെ ആചാര്യന്മാരൊക്കെ കൂടിയിട്ട് നിശ്ചയിച്ച് ഇങ്ങനെ ഒരു സങ്കല്പം, എന്തെങ്കിലും ഒന്ന് മുമ്പിൽ വേണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്കതിനെ ആ മനസ്സിനെ ഇതിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാലം വന്നപ്പോൾ അന്നത്തെ ആചാര്യന്മാരൊക്കെ ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടാണ് ഈ ക്ഷേത്ര സങ്കല്പം എന്ന് പറയണത്. ആ ക്ഷേത്ര സങ്കല്പത്തിൽ നമുക്ക് ഈ അനവധി ചൈതന്യങ്ങളെ, പലതരത്തിലുള്ള ചൈതന്യങ്ങൾ നമുക്ക് കാണാം. ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ വിധത്തിലുള്ള ചൈതന്യങ്ങൾ. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ഇതൊക്കെ ഒന്നിൻ്റെ വിവിധ ഭാവങ്ങളാണ്. നമുക്ക് ഇവിടെ ഭദ്രകാളി, അവിടെ മറ്റേ ശിവൻ, വേറൊരു ദിക്കിൽ മഹാവിഷ്ണു, ഇതൊക്കെ പലതരത്തിൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴികളാണ്. ഒരു ദിക്കിലേക്ക് നമുക്ക് പല ദിക്കിൽ കൂടെയും പോവാലോ. ഒരു ലക്ഷ്യത്തിലേക്ക് പല വിധത്തിലുള്ള വഴികളുണ്ടാവും. അതിലേക്ക് എത്താനുള്ള ഓരോ വഴികളാണ് ഈ ഓരോ ദേവന്മാരുടെ സങ്കല്പം. അതിന് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയ വെച്ചാൽ ഒരു ബിംബം എന്ന് പറഞ്ഞുള്ള, ബിംബം എന്ന് വെച്ചാൽ പ്രതിബിംബിക്കുന്നത്, ബിംബിക്കുന്നത് എന്ന് വെച്ചാൽ പ്രതിബിംബത്തിനെ നമുക്ക് കാണാവുന്നത്, നമ്മൾ തന്നെ കാണാവുന്ന ഒരു ഉപാധിയാണ് ഒരു ക്ഷേത്രത്തിലത്തെ ബിംബം. ആ ബിംബത്തിലേക്ക് പലവിധ ആവാഹനകളെ കൊണ്ടും മന്ത്ര ആവാഹനകളെ കൊണ്ടുമൊക്കെ അതിലേക്ക് ഈ ഈശ്വര ചൈതന്യത്തിനെ സന്നിവേശിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ആ ഏത് ദേവന്റെ ഉദ്ദേശിച്ചിട്ടാണോ മന്ത്രങ്ങൾ ചൊല്ലി അതിലേക്ക് ആവാഹിക്കുന്നത്, ആ ഈശ്വരൻ നമ്മൾ ഒന്നിച്ചിട്ടുള്ളൊരു ചൈതന്യത്തിന്, നമുക്ക് ആവശ്യമുള്ള ചൈതന്യത്തിന് നമ്മൾ ആവാഹിച്ചെടുത്തിട്ട് ആ ബിംബത്തിലേക്ക് സന്നിവേശിക്കും തന്ത്രി. അങ്ങനെ വരുമ്പോഴാണ് ആ ദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓരോ ദേശത്തും ഓരോ ഗ്രാമക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ഉപക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും. ഓരോരുത്തരുടെ ആവശ്യം, എനിക്ക് ഇന്ന വഴി, കുറച്ച് ആൾക്കാർ വിചാരിച്ചു
എനിക്ക് ഇന്ന ദേവന്റെ ഇന്ന ദിക്കി കൂടെ പോയാൽ എന്ന വഴി കൂടെ പോയാലാണ് അങ്ങോട്ട് എത്താനുള്ള എളുപ്പം എന്ന് വിചാരിച്ച് ഈ മഹാവിഷ്ണുവിനെ സങ്കല്പിച്ച് ചിലർ പോണു, ചിലർ ശിവനെ സങ്കല്പിച്ചിട്ട്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിലുള്ള ദേവനെ അവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നർത്ഥം. ഇതൊക്കെ വാസ്തവത്തിൽ ഇതിനൊക്കെ ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി എന്നാണ് വേദത്തിലൊക്കെ പറയണത്. ഒരു ഒന്ന് തന്നെയുള്ളൂ, അതിലേക്ക് ബഹുധ വെവ്വേറെ അഗ്നി യമം മാതരെ, അതിനെ അഗ്നി യമൻ വേറെ ഓരോ ദേവസങ്കല്പങ്ങളിലൊക്കെ നമ്മൾ പറയണു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഋഗ്വേദത്തിലൊക്കെ പറയണത്. അപ്പോൾ അതിലേക്കുള്ള സാക്ഷാത്കാരത്തിനുള്ള വഴികളായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ ഓരോന്നും നമുക്ക്. അപ്പം നമുക്ക് ഈ കാണാൻ വേണ്ടി ഒരു അമ്പലത്തിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ആ ബിംബത്തിനെ നമ്മൾ ഒരുക്കുക ചെയ്യണത്. അതിന് എത്ര കണ്ട് ചൈതന്യം, എത്ര കണ്ട് അതിനെ പ്രതിബിംബിക്കാനുള്ള കഴിവുണ്ടാവണു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ആ ഓരോ ക്ഷേത്രത്തിലത്തെയും ചൈതന്യത്തിൻ്റെ അവസ്ഥ വിശേഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അമ്പലത്തിൽ ഏത് നിലയ്ക്കാണ് നമ്മൾ തൊഴണത് എന്നാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. നിങ്ങളിപ്പോൾ ഈ ശൈവ സങ്കല്പത്തിലാണ് തൊഴുത് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കുറവ് നമ്മൾ മഹാവിഷ്ണു സങ്കല്പത്തിലാണ്, ചിലർക്ക് ഭദ്രകാളി സങ്കല്പത്തിലാണ്. ഇതൊന്നും കുറവൊന്നുമല്ല. ഒരാൾക്കും ഒരു ദേവനും മറ്റേ ദേവന് കുറവൊന്നുമില്ല. നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, നമ്മുടെ മാനസിക തൃപ്തിക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കണു എന്ന് മാത്രമാണ് പറഞ്ഞു വന്നത്. ഇതാണ് ഒരു ക്ഷേത്രത്തിലത്തെ ഈശ്വര സങ്കല്പം എന്നുള്ളത്. അതിൽ കാലക്രമത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിഷ്ഠിക്കുന്ന സമയത്ത് നമ്മൾ പല വിധത്തിലുള്ള ഇതും കൊടുത്തു വന്ന ഒരു പ്രതിജ്ഞകളും അവിടെ ചെയ്തിട്ടുണ്ടാവും. ആ പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാം. അവിടെ ആ ഒരു ദേവനെ നമ്മളവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ പ്രതിഷ്ഠ അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അതിഥിയെ കൊണ്ടുവന്ന് നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊണ്ടുവരുമ്പോൾ ആ അതിഥിക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറയും. എന്നിട്ടാണല്ലോ കൊണ്ടുവരിക. അപ്പോൾ അതുപോലെയാണ് അർത്ഥം. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ എന്ന സങ്കല്പത്തിൽ അവിടെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇന്ന മാസികങ്ങളായിട്ടും കാലങ്ങളായിട്ടും അല്ലെങ്കിൽ വാർഷികമായിട്ടും ദൈനംദിനമായിട്ടും കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ടാവുക. ഇതിനൊക്കെ അപചയം വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരേണ്ടത്. അതിന് ശുദ്ധികൾ, അങ്ങനത്തെ പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തു വരേണ്ടത് എന്നർത്ഥം. ഇതാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ബാക്കി ഓരോരുത്തരായിട്ട് പറയും, ഓരോരുത്തരുടെ അഭിപ്രായങ്ങളായിട്ട് നമുക്ക് കേൾക്കാം. ഞാൻ